Next, we are going to discuss the electric field on the ground state energy of the hydrogen atom based upon the non-perturbation theory. അപ്പോൾ നമ്മൾ നോൺ പെർട്ടർബേഷൻ തിയറിയെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നോൺ ഡീജനറേറ്റ് പെർട്ടർബേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി അനുസരിച്ചുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിന് എന്ത് വ്യത്യാസമുണ്ടെന്നാണ് നമുക്കിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ നോർമലി എന്നാ പറ്റും, അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്യും. സോ the splitting of the electric field, the splitting of the ground state energy level. ഇപ്പം ഇതാണ് E1 എങ്കിൽ അതൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ അത് രണ്ട് സ്റ്റേറ്റിലേക്ക്, E1 ഇനിഷ്യലും E1 ഫൈനലും ആയിട്ട് രണ്ട് സ്റ്റേറ്റ് ആയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ആൻഡ് ആക്ച്വലി ദിസ് പ്രോസസ് ഈസ് കോൾഡ് സ്റ്റാർക്ക് എഫക്റ്റ്. അപ്പം അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാം, ദ സ്റ്റാർക്ക് എഫക്റ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം based on time independent perturbation theory. Time independent perturbation theory. അപ്പം നമ്മൾക്കറിയാം അവിടെ ഒരു ചെറിയ പെർട്ടർബേഷൻ ഇലക്ട്രിക് ഫീൽഡിലുണ്ട്. അപ്പം ആ ഇലക്ട്രിക് ഫീൽഡ് ഇ ആണെന്നിരിക്കട്ടെ, ആൻഡ് ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ് ഇൻ Z axis. E is applied in Z axis. Then if R is the position vector of the electron, ഇവിടെയാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെ XYZ വരച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ എസിഡിലേക്ക് കൊടുക്കും. ഈ ഇലക്ട്രോണിലേക്കുള്ള പൊസിഷൻ വെക്ടറാണ് R എന്ന് പറയും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mu is equal to 1 of the charge into perpendicular shortest distance. So minus E into R എന്ന് എഴുതാം. അപ്പം നമ്മളുടെ ഹാമിൽട്ടോണിയൻ H എന്ന് പറയാൻ നമുക്കറിയാം, H of psi is equal to E of psi, അല്ലെങ്കിൽ H is equal to E. ഇതാണ് പെർട്ടർബേഷൻ ഇല്ലാത്ത കേസിലെ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ്റെ എനർജിയുടെ എക്സ്പ്രഷൻ. ഇപ്പം നമ്മൾ പറയുകയാണ്, ദിസ് dipole moment is also interact, and due to this dipole moment this Hamiltonian is varied. So this H become H prime. H prime is equal to minus mu dot E ആണ് വാല്യൂ. നമുക്കറിയാം mu dot E is equal to minus mu E cos theta. അപ്പോൾ നമുക്ക് ഈ മൈനസ് മ്യൂവിന് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൈനസ് മൈനസ് പ്ലസ് E കോസ് തീറ്റ. നമുക്ക് ഈ കോസ് തീറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ Z ഡയറക്ഷനിലാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഡയറക്ഷനിലേക്കുള്ള കമ്പോണൻ്റ് എടുത്താൽ മതി. അപ്പം നമുക്കറിയാം Z ഡയറക്ഷൻ, ആ ഡയറക്ഷനിലോട്ട് കമ്പോണൻ്റ് എടുക്കും, സെയിം ആക്സിസിലോട്ട് കമ്പോണൻ്റ് എടുക്കുമ്പോൾ അതിൻ്റെ കോസ് തീറ്റ ആകും. ഇങ്ങോട്ടാണ് സൈൻ തീറ്റ. അല്ലെങ്കിൽ ഇങ്ങനെ Z വരച്ചാൽ Z ആയിട്ട് എടുത്താൽ നമുക്ക് പെട്ടെന്ന് അറിയാം. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് ആർ കോസ് തീറ്റ ആയിരിക്കും. അപ്പം ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ആർ പൊസിഷൻ വെക്ടറിൽ, ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് Z ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ നമുക്ക് പറയാം ഇതിൻ്റെ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കോസ് തീറ്റയ്ക്ക് പകരം ഞാൻ അതിനെ ER ഇൻറ്റു Z ഡയറക്ഷനുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് കാണിക്കാൻ വേണ്ടി Z എന്ന് കൊടുക്കും. ഇല്ല, നിങ്ങൾക്ക് എഴുതിയാൽ മതി H പ്രൈം ഈസ് ഈക്വൽ ടു ER EZ. ഓക്കെ, ഇനി ഈ ആർ കോസ് തീറ്റയ്ക്ക് പകരം Z എന്ന് കൊടുത്താൽ മതി. അപ്പം E എന്ന് മതി, EZ എന്ന് മതി, ആറിൻ്റെ ആവശ്യം അവിടെ ഇല്ല. സോ അവർ ഇക്വേഷൻ ഈസ് ബിക്കം H പ്രൈം ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു ആർ കോസ് തീറ്റയ്ക്ക് പകരം Z, പിന്നെ E ഉണ്ട്, EZ. ദാറ്റ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് വേരിയബിൾ അല്ലെങ്കിൽ വേരിയഡ് ഹാമിൽട്ടോണിയൻ്റെ വാല്യൂ കിട്ടി. ഇനി
ഇസഡ് ആക്സിസ് ആയിട്ട് നമ്മൾ ഇതാണ് ഇസഡ് ആക്സിസ് എനിക്ക് പറയുന്നത്. ഇസഡ് ആക്സിസ് ആയിട്ട് പൊസിഷൻ വെക്ടർ ആർ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെന്ന് ഇരിക്കട്ടെ. ലെറ്റ് തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇസഡ് ആക്സിസ് ആൻഡ് ആർ. നിങ്ങൾ വരയ്ക്കുന്നില്ല, നമ്മുടെ ടെക്സ്റ്റിൽ വരച്ചിട്ടൊന്നുമില്ല. വേണമെങ്കിൽ ഫിഗർ എക്സാമിന് വരച്ചു, ആവശ്യമില്ല. ഇസഡ് ആക്സിസും പൊസിഷൻ വെക്ടർ ആറും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഹാമിൽട്ടോണിയൻ എഴുതാം. H0 at ground state, H0 minus h² by 2m. 2m പകരം ഞാൻ 2mu കൊടുത്തു. 2mu minus h² by 2m del square minus v of psi. ഇവിടുത്തെ v എന്ന് പറയുന്നത് നമുക്കറിയാം 1/4πε0 q1 q2 e² by r വരും v എന്ന് പറഞ്ഞു. അപ്പം ഇതിനകത്ത് 1/4πε0 k എന്ന് കൊടുത്താൽ k e² by r എന്ന് കൊടുക്കാം. അപ്പം v എന്ന് പറയുന്നത് k e² by r. ദാറ്റ് ഈസ് അവർ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയിലെ ഹാമിൽട്ടോണിയൻ്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. H0 is equal to minus h² by 2nu into del square minus v of psi. H is equal to, yes, total Hamiltonian. This is a ground state Hamiltonian on the non-degenerate state of the Hamiltonian based upon the time independent perturbation theory. ഇനി നമുക്ക് ഹൈഡ്രജൻ്റെ നമുക്കറിയാം N1 ആണ്, L0 ആണ്, NLM 0 ആണ്. അപ്പം നമുക്കതിനെ വേവ് ഫംഗ്ഷൻ സൈ ആണെങ്കിൽ സൈ 100 എന്ന് എഴുതും. കെറ്റ് ദെൻ ഹാമിൽട്ടോണിയൻ അല്ലെങ്കിൽ എച്ച് പ്രൈം ദെൻ psi 100 എന്ന് എക്സ്പെക്ടേഷൻ വാല്യൂ കൊടുക്കാം. സോ ഫോർ ദ ഫസ്റ്റ് ലെവൽ E1, ഫസ്റ്റ് perturbed state, if the psi 100 is the wave function, then E1 is equal to psi 100. ഇവിടെ നമുക്ക് എച്ച് പ്രൈം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. ഇത് EEZ അല്ലെങ്കിൽ ഇത് ERE cos theta, ഏത് വേണം കൊടുക്കാം. ERE cos theta into psi 100. That is the equation number 4. That is the first order correction of the energy of the hydrogen atom in the ground state with the wave function psi 100. And ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്നാ ചെയ്യുന്നത്, വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദിസ്. ഈ എനർജി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ വേവ് ഫംഗ്ഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കും. സോ ഇറ്റ്സ് വേവ് ഫംഗ്ഷൻ നമ്മൾ തീറ്റ വരെയും വേവ് ഫംഗ്ഷൻ വേരി ചെയ്യുക അല്ലേ. ഇസഡ് ആക്സിസിൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ പൊസിഷൻ വെക്ടർ ആണെങ്കിൽ ആറാണെങ്കിൽ ഇതാണ് ഇസഡ് ആക്സിസ് എങ്കിൽ തീറ്റ ആംഗിൾ വരെയും വേരി ചെയ്യുമ്പം, അല്ലെങ്കിൽ അതൊരു പ്ലെയിൻ, ഇത് ഇവിടുന്ന് ഇവിടം വരെ മൂവ് ചെയ്യുക. 0 to π വരെയും വേരി ചെയ്യും. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ 0 to π cos theta sin theta d theta. So that is equal to integral 0 to π minus cos theta derivative of cos theta എന്ന് എടുക്കുക. ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ ഞാൻ മൈനസ് സൈൻ തീറ്റ അല്ലേ. അപ്പോൾ ആ മൈനസ് പോകാൻ വേണ്ടി ഇവിടെ പുറത്തൊരു മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു മൈനസ് ഇത് തന്നെയാവും സൈൻ തീറ്റ കോസ് തീറ്റ ടേമിന് എടുക്കും. ഇനി ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π കൊടുത്തു കഴിയുമ്പം ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ച് അതിൻ്റെ ഇൻ്റഗ്രേഷൻ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പം ഈ വാല്യൂ വാനിഷ് ആയി പോവും, അല്ലെങ്കിൽ 0. അപ്പം the ground state will not show the first order Stark effect. അതാണ് ഇതിൻ്റെ അർത്ഥം. തീറ്റ പാർട്ടിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തപ്പം നമുക്ക് അതിൻ്റെ ഇൻ്റഗ്രൽ പാർട്ട് വാനിഷ് ആയിപ്പോയി. ദാറ്റ് മീൻസ് ദ ഇൻ്റഗ്രൽ പാർട്ട് ഈസ് വാനിഷ്ഡ്. ഇൻ്റഗ്രൽ പാർട്ട് വാനിഷ്ഡ് ആയി പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണ്, അവിടെ നമുക്ക്
ഒരു വേറെ ഒരു 2 സ്റ്റേറ്റോ അല്ലെ വേറൊരു വാല്യൂ കിട്ടിയിട്ടില്ല. അവിടെ ഡീജനറസി ഇല്ല. ഡീജനറസി ആബ്സെന്റ് ആണ് അല്ലേ? ദാറ്റ് മീൻസ് ഡീജനറസി ഇല്ല എന്ന് പറഞ്ഞാൽ സ്റ്റാർക്ക് എഫക്റ്റ് തരുന്നില്ല. സ്റ്റാർക്ക് എഫക്റ്റ് ഇല്ല. സ്റ്റാർക്ക് എഫക്റ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയുടെ ഫസ്റ്റ് ഓർഡർ സ്റ്റാർക്ക് എഫക്റ്റ് നമ്മൾക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിക്ക് കിട്ടില്ല എന്നർത്ഥം. ഇതാണ് ഫസ്റ്റ് പാർട്ട്. എന്നിട്ട് നമ്മൾ ഇനി സെക്കൻഡ് ഓർഡർ ചെയ്ത് നോക്കും. സെക്കൻഡ് ഓർഡർ കിട്ടുമോ, അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡറിൽ എന്താണ് സ്റ്റാർക്ക് എഫക്റ്റ് മൂലം ഉള്ള എനർജിയുടെ വാല്യൂ അല്ലെങ്കിൽ വേവ് ഫംഗ്ഷന്റെ വാല്യൂ എന്നറിയാം. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പാർട്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഓർഡർ കറക്ഷൻ എഴുതണം. അപ്പം നമ്മൾ സെക്കൻഡ് ഓർഡർ കറക്ഷൻ നേരത്തെ അതിൻ്റെ ജനറൽ കേസ് ഞാൻ പഠിപ്പിച്ചായിരുന്നു. സെക്കൻഡ് ഓർഡർ കറക്ഷൻ്റെ എനർജിയുടെയും വേവ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ. അപ്പം നമ്മൾ സെക്കൻഡ് ഓർഡർ കറക്ഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്നാ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാമിൽട്ടോണിയൻ എടുക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞു നമ്മളുടെ ഹാമിൽട്ടോണിയൻ പെർട്ടേബ്ഡ് ഹാമിൽട്ടോണിയൻ എടുത്തു. എച്ച് പ്രൈം എന്ന് പറഞ്ഞാണ് നമ്മുടെ ഹാമിൽട്ടോണിയൻ. ഇവിടെ നമ്മൾ പറയുന്നു നമ്മുടെ ഹാമിൽട്ടോണിയൻ ഒരു ഹെർമീഷ്യനാണ്. ഇറ്റ്സ് ആൻ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ടു വാലിഡ് ഇറ്റ് സാറ്റിസ്ഫൈ ദ ഹെർമീഷ്യൻ കണ്ടീഷൻ. ദാറ്റ് മീൻസ് ഇപ്പം എൻ എം സ്റ്റേജ് ആണെങ്കിൽ എൻ എച്ച് പ്രൈം എം എന്ന് പറയുന്നത് അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റിന് തുല്യമാവും. എം എച്ച് പ്രൈം എൻ complex conjugate. Then at that case the energy level En of 2 second order energy equation summation over m prime കൊടുക്കാം, because with respect to the h prime expectation by m h prime n all square by En of 0 minus Em of 0. ഈ ഇക്വേഷൻ നമ്മൾ രണ്ടും നേരത്തെ എഴുതിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് പറയണം നമ്മളുടെ ഫങ്ഷൻ. ദാറ്റ് മീൻസ് ഈ സെക്കൻഡ് ഓർഡർ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റുകളുടെ സമ്മേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഡാൽഗാർനോ ആൻഡ് ലെവിസ് ആൻഡ് ലെവിസ് അവർ ഒരു മെത്തേഡ് അനുസരിച്ച് ഈ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റുകളുടെ, അതാണ് നമ്മൾ പറയുന്നത് ഇൻഫിനിറ്റ് നമ്പർ അല്ല, ടോട്ടൽ സമ്മേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. നമ്മൾ പറയുകയാണ് ഇതിന് പകരം നമ്മളൊരു ഓപ്പറേറ്റർ ആയിട്ട് പുതിയൊരു ഓപ്പറേറ്റർ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദാറ്റ് മീൻസ് എനർജി ഓഫ് ദ സെക്കൻഡ് സ്റ്റേറ്റ് En of 2 നേരത്തെ അതും ചെയ്തിട്ടുള്ളതാണ്. psi n of 0 h prime psi n of 1. സെക്കൻഡ് ഓർഡർ എനർജീനെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയുടെയും ഫസ്റ്റ് ഓർഡർ എനർജിയുടെയും ടേമിൽ നമ്മൾ അങ്ങോട്ട് ഇന്റർപ്രറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ദ സെക്കൻഡ് ഓർഡർ എനർജി ഈസ് ഷിഫ്റ്റഡ് ആസ് നമ്മളുടെ ദിസ് ഇക്വേഷൻ. ഇക്വേഷൻ എവിടം വരെ ആയിരുന്നു? 4 ആയിരുന്നു, 5 ആയിരുന്നു. ഈ ഇക്വേഷൻ അനുസരിച്ച് സെക്കൻഡ് ഓർഡർ എനർജി ഷിഫ്റ്റ് ചെയ്യും. ഇതിന്റെ കാൽക്കുലേഷൻ can be easily done by the method due to Dalgano and Lewis, which avoid the summation over the infinite state, which only take a finite അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൻ്റെ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾക്ക് 0 അല്ലെങ്കിൽ ഫസ്റ്റ് എനർജി സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ മാത്രം നമ്മൾ എടുക്കും. ഇവിടെ നമ്മൾ എന്നിട്ട് എന്നാ വെച്ചാൽ പുതിയൊരു ഓപ്പറേറ്ററിനെ കോൾ ചെയ്യാണ്. ലെറ്റ് എഫ് ഈസ് എ ന്യൂ ഓപ്പറേറ്റർ ആൻഡ് എഫ് psi 1 of 0 equal to psi 1 of 1. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡറിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഫസ്റ്റ് ഓർഡറിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്. ഇനി ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ ഇതിനെ ഇപ്പോൾ 7 കൊടുത്ത് ഇതിനെ ഇപ്പോൾ 8 കൊടുത്ത് ഏതെങ്കിലും ഒരു ഓപ്പറേറ്റർ കൊണ്ട് psi 1 of 0 ചെയ്ത് ഓപ്പറേറ്റ് ചെയ്താൽ psi n of അതിൻ്റെ
psi 1 of 1 കിട്ടും. അങ്ങനെയെങ്കിൽ by this relation, equation 8, we can solve equation 6 and 7. We can solve equation 6 and 7 such that E1 of second order is equal to psi 1 of first 0 ground state into h prime. കൂടത്തിൽ നമ്മളിപ്പോൾ കൊടുത്ത പുതിയ ഓപ്പറേറ്റർ എഫ് അങ്ങോട്ട് എഫ് ഇൻറ്റു psi 1 of 0. ഇങ്ങനെയാണ് നമുക്ക് സെക്കൻഡ് ഓർഡറിൻ്റെ ഇക്വേഷൻ കിട്ടും. ഇനി നമുക്ക് എന്നാ ചെയ്യണം? ഇതിനെ സോൾവ് ചെയ്തെടുക്കണം. ഇതിനെ സോൾവ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ എന്നാ പറയണേ, ഹാമിൽട്ടോണിയൻ ഇക്വേഷനിലോട്ട്, അല്ലെങ്കിൽ ഡെൽ സ്ക്വയർ മൈനസ് എച്ച് ബൈ 2m ഡെൽ സ്ക്വയർ മൈനസ് വി ഓഫ് സൈ ഈസ് ഈക്വൽ ടു ഇ ഓഫ് സൈ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കുണ്ട്. അതിലേക്ക് നമുക്ക് എത്തണം. അപ്പം ഇനി നമുക്കറിയാം, ഇവിടെ നമ്മൾ E1 of 2 എന്ന് പറയണത് എങ്ങനെ എഴുതി? നമുക്ക് ഈ ഓപ്പറേറ്ററിൻ്റെ ടേമിൽ എച്ച് പ്രൈം ഓഫ് ഫസ്റ്റ് ഓർഡർ ഗ്രൗണ്ട് സ്റ്റേറ്റ് പ്ലസ് H0 ഓപ്പറേറ്റ് വിത്ത് എഫ് psi 1 of 0. അത് നമ്മൾ എച്ച് പ്രൈം ചെയ്ത് എച്ച് പ്രൈം പ്ലസ് വിത്ത് എഫിനെ ഓപ്പറേറ്റർ ചെയ്താൽ ഇതിൻ്റെ ഐഗൻ വാല്യൂ നമുക്ക് കിട്ടും അല്ലേ? E1 of 1 psi 1 0 പ്ലസ് ഇതിൻ്റെ ഐഗൻ വാല്യൂ കിട്ടണം. അവിടെ എഫ് വരും. എഫ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ, പിന്നെ H0യുടെ E0 നമുക്കറിയാം. E1 0 psi 1 0. ഇനി ഇവിടെ H0F ഈ സാധനം, ഈ ടേം എന്ന് പറയണത് ഇവിടെ ഉണ്ടല്ലേ, E1 0 phi 1. ദെൻ നമുക്ക് എങ്ങനെ എഴുതാം? ഈ രണ്ട് ടേം തുല്യമാണെങ്കിൽ then we can write it as FH0 minus FH0 minus H0F into psi 1 of 0 equal to H prime of psi 1 0. ഇവിടെ നമുക്ക് ഇതുവരെയും എഫിൻ്റെ വാല്യൂ കിട്ടിയിട്ടില്ല അല്ലേ? ഇപ്പം നമുക്ക് ഈ ഇക്വേഷൻ നമ്മൾ എഴുതിയത് എഫ് H0 മൈനസ്, ഇപ്പം എ ബി മൈനസ് ബി എ ബി ഈക്വൽ ടു ബി എ എന്ന് വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാനൊന്നും പറ്റില്ല. നമുക്ക് ഈ എഫ് എന്ന് പറയണ ഓപ്പറേറ്റർ കിട്ടണം. അപ്പം ഇനി ഇതിനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോമിൽ എഴുതും, ഈ ഇക്വേഷൻ. എന്നിട്ട് സോൾവ് ചെയ്യുമ്പം, അല്ലെങ്കിൽ ഇവിടെ വന്നു വെച്ചാൽ നിങ്ങൾ ബൈ സോൾവിങ് ദിസ് ഇക്വേഷൻ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എഫ് ആസ് ആൻ ഓപ്പറേറ്റർ, ആൻഡ് ദ വാല്യൂ ഈസ് ദാറ്റ് del square f minus 2 by a0 into dou f by dou r equal to 2 mu by h gut square e r cos theta എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതായത് actually this is a form of a differential equation for finding the differential operator f. ഇപ്പം നമുക്കറിയാം, ഇത് ഇൻറ്റു സൈ കൊടുത്താൽ എല്ലായിടത്തും ഇത് സൈ എന്ന് കിട്ടും. ഇവിടെ എന്ന് പറയുമ്പം ഇവിടെ തീറ്റയുടെ ടേം, അപ്പം ഈ ടേം എന്ന് പറയുന്നത് ഇതിൻ്റെ ആംഗുലാർ പാർട്ടാണ്. നമ്മൾ ആ ആറും ഇപ്പം ഇത് ഡയറക്ഷനാണ്, ഈ ഡയറക്ഷനാണ് തീറ്റ എങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഇതിൻ്റെ ചുറ്റും പ്രൊസസ് ചെയ്യും എന്ന് പറഞ്ഞ പോലെ. ഇത് റൊട്ടേഷണൽ ആംഗുലാർ പാർട്ടാണ് ദിസ് ടേം എന്ന് പറയുന്നത്. ആൻഡ് അപ്പം നമുക്ക് ഈ ടേമിനെ ഒരു ലെജൻഡറി പോളിനോമിയലായിട്ട് ഇക്വേറ്റ് ചെയ്യണം.
ആൻഡ് ലെജൻഡറി പോളിനോമിയൽ ആയിട്ട് എഴുതാം. ലെറ്റ് എഫ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആർ പി വൺ. അവിടെ പി വൺ എന്ന് പറയുന്നത്, അപ്പം ക്യാപിറ്റൽ എഫിന്റെ വാല്യൂ നമ്മൾ പഠിച്ചതാണ്, എഫ് ഓഫ് ആർ പി വൺ. അവിടെ പി വൺ എന്ന് പറയുന്നതാണ് നമ്മുടെ ലെജൻഡറി പോളിനോമിയൽ. സോ വി ക്യാൻ റൈറ്റ് ദ എഫ് ഈസ് ഇൻ ടേംസ് ഓഫ് legendary polynomial, and we can substitute the legendary polynomial to find out the equation. ഈ ഡെൽ സ്ക്വയറിലിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട്, തൊട്ട് മുമ്പത്തെ ഇക്വേഷൻ ഇട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. സോ ഫൈനലി വി ഒബ്റ്റെയിൻ ഇറ്റ് ആസ് സെക്കൻഡ് ഓർഡർ പെർട്ടർബേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആയിരുന്നു എഫ്. അതിൻ്റെ വാല്യൂ ഇതാണ്, മൈനസ് മ്യൂ ബൈ എച്ച് ഹെഡ് സ്ക്വയർ ഇ എസ് സീറോ ഇൻറ്റു ആർ ബൈ 2 പ്ലസ് എസ് സീറോ ഇൻറ്റു ആർ കോസ് തീറ്റ. ഒന്നുകൂടെ ചുരുക്കി പറയാം, ഏത് വഴിയെ വന്നു എന്നറിയണം. ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു. ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തപ്പോൾ എച്ച് പ്രൈമിന് വേരി ഉണ്ടായി, അത് മ്യൂ ഡോട്ട് ടി ആയി, അതേ കോസ് തീറ്റ ആയി. അതിനകത്ത് നമ്മൾ എച്ച് സീറോ അൺപർട്ടേബ്ഡ് കേസ് അല്ലെങ്കിൽ ഡിജനറേഷൻ ഒന്നും ഇല്ലാത്ത കേസ് മൈനസ് എച്ച് ഹെഡ് സ്ക്വയർ അത് എഴുതി. അതിനകത്ത് നീ കണ്ടുപിടിച്ചു, സൈ കണ്ടുപിടിച്ചു. പക്ഷെ ഫസ്റ്റ് ഓർഡറിൻ്റെ കേസിൽ ഇത് വാലിഡ് അല്ല, അല്ലെ ചെയ്തു വന്നപ്പോൾ 0 ആയി. ഫസ്റ്റ് ഓർഡറിൽ നമുക്കൊരു സ്റ്റാർക്ക് എഫക്റ്റ് ഉണ്ട്, അല്ലെ സ്പ്ലിറ്റിംഗ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഇത് രണ്ടും ഇല്ല. നമ്മൾ ഈ ആൻസർ എഴുതുമ്പോൾ സ്റ്റെപ്പ് എഴുതുമ്പോൾ ഇങ്ങനെ സെൻറ്റൻസിൽ കാര്യങ്ങൾ മുഴുവൻ എഴുതി വരും. അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ഓർഡർ ചെയ്യാൻ പോയി. സെക്കൻഡ് ഓർഡർ ചെയ്യാൻ പോയപ്പോൾ നമുക്കത് ഈസി ചെയ്യാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് നമ്മളൊരു പുതിയ ഓപ്പറേറ്റർ എഫിനെ വിളിച്ച് ആ എഫിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ച് എഫിൽ നിന്ന് എഫ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അതാണ് നമ്മൾ ശരിക്കും ചെയ്തത്. എഫിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമ്മൾക്ക് ആ പാർട്ട് കഴിഞ്ഞ് എഫ് വരെയും കണ്ടുപിടിച്ചു. ഇനി ഈ എഫ് ഉപയോഗിച്ച് സെക്കൻഡ് ഓർഡർ എനർജി കണ്ടുപിടിക്കണം. സോ ലെറ്റ് E12 ഫസ്റ്റ് സ്റ്റേറ്റിലെ സെക്കൻഡ് ഓർഡർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ψ10 ഡൗൺ സ്റ്റേറ്റ് എച്ച് പ്രൈം എഫ് ഇൻറ്റു ψ10. എഫ് കൊണ്ടോടെ ഓപ്പറേറ്റ് ചെയ്യണം. ആൻഡ് ഇതിനെ ചെയ്ത് കഴിയുമ്പം നമുക്ക് എച്ച് പ്രൈമിൻ്റെ വാല്യൂ എഫിൻ്റെ വാല്യൂ എല്ലാം കൊടുത്തു കഴിയുമ്പോൾ വളരെ വലിയൊരു ഇക്വേഷൻ കിട്ടും. ആൻഡ് ബൈ സോൾവിങ് ദാറ്റ് ഇക്വേഷൻ E1 of 2, by solving this equation അങ്ങനെ എഴുതിയാൽ മതി. E1 is equal to minus 9 nu by 4h hat square into E square A0 raised to 4. That is equal to 9 by 4k into A0 cube E square. നമുക്ക് അവിടെ എന്നാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? A0 എന്ന് പറയുന്നത് h hat square by A0 മുകളിലാണ്, അപ്പോൾ h hat square divided by k nu E square. K nu E square. And by 4 pi epsilon 0. That is actually k. So അത് ആക്ച്വലി സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽ ആണ്. അത് നമുക്കത് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റില്ല. ഓൺ സോൾവിങ് E1 of 2 എന്ന് പറയണത് നമുക്കതിൻ്റെ തൊട്ട് മുകളിൽ E1നെ സോൾവ് ചെയ്യുമ്പം കിട്ടുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിൽ നിന്ന് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ ഒന്ന് എഴുതിയേക്കാം, -4 nu by 3h hat square into E square by A0 square into integral 0 to infinity r raised to 5 by 2 plus A0 r raised to 4 into expectation value minus 2r by A0 into dr. ഇത് മൊത്തം സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണിത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, A0 raised to 4 9 nu by 4k, അതിന് ഒരു A0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ A0
ഇവിടെ നോക്കിയാൽ ഇവിടെ ഇപ്പം ഇതിൽ ഈ ടേം കൊടുക്കണം. അപ്പം A0⁴ ഇവിടെയുണ്ട്. ഞാനിവിടെ ചെയ്യാം. A0⁴ പകരം A0³ വരെ ഞാൻ എഴുതി വെച്ച് പിന്നെ ഒരു A0 ഉണ്ടല്ലോ, A0ക്ക് പകരം ഈ വാല്യൂ കൊടുത്തു. അപ്പം H² ക്യാൻസലായി. പിന്നെ E² ക്യാൻസലായി, മ്യൂവും ക്യാൻസലായി. പിന്നെ താഴെ ഒരു 4K ഉണ്ട്. 4K മുകളിൽ -9 ഉണ്ട്, E² ഉണ്ട്, ഈ E², സ്മോൾ E² ക്യാൻസലായി പോകണം, ക്യാപിറ്റൽ E² അല്ല. അപ്പോൾ E² മുകളിലുണ്ട്, ക്യാപിറ്റൽ E² മുകളിലുണ്ട്, A0³ മുകളിൽ. ദാറ്റ് ഈസ് ദിസ് ഇക്വേഷൻ. സോ E12 ഈസ് ഈക്വൽ ടു, ഈ ഇക്വേഷൻ നമുക്ക് പഠിക്കണം, -9/4K A0³ E². This is the value of the energy. For second order correction for the energy state due to the application of external electric field or by Stark effect, and E1ഉം E0 എടുക്കാന്ന് പറയാം, ഫസ്റ്റ് ലെവലും സെക്കൻഡ് സീറോ എനർജി ലോവർ ലെവൽ. E1 മൈനസ് E1 ഓഫ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പം E1 ഈക്വൽ ടു എത്ര വ്യത്യാസം വെച്ചാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജിയേക്കാൾ 9/4K A0³ E². ഇത്രയും വ്യത്യാസമുണ്ട് ഫസ്റ്റ് എനർജി ലെവൽ. നമുക്കറിയാം ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ -13.6, പിന്നെ അടുത്ത എനർജി ലെവൽ അങ്ങനെ കുറഞ്ഞു. ഇത്രയും ടേമിൻ്റെ വ്യത്യാസം ക്വാണ്ടം മെക്കാനിക്കലി പെർട്ടർബേഷൻ കൊടുത്തുമ്പോൾ നമുക്ക് പറയാം ഇത്രയും വ്യത്യാസം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് എനർജി സ്റ്റേറ്റിന് വ്യത്യാസമുണ്ട്. ആൻഡ് ആക്ച്വലി ഇറ്റ്സ് ഓൾസോ ബി റെഫേർഡ് ആസ് ദ ക്വാഡ്രാറ്റിക് സ്റ്റാർക്ക് എഫക്റ്റ്. The quadratic Stark effect. This is called the quadratic Stark effect. Quadratic Stark effect. And here this is the correction time. Correction time എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. ഇക്വേഷൻസ് ചെയ്തു വന്ന രീതി, ചെയ്ത് വന്ന് നമ്മുടെ സ്റ്റെപ്പുകൾ മോഡിഫൈ ചെയ്ത് വരുമ്പോൾ ഫൈനലി കിട്ടുന്ന വാല്യൂ ഓർത്തിരിക്കണം. ഇത് തിരിച്ചെഴുതാൻ പറ്റണം. അപ്പൊ എത്രയാണ് അവിടെ കറക്ഷൻ. പിന്നെ നമ്മളിവിടെ ഒരു മ്യൂ പറഞ്ഞല്ലേ, ഇവിടെ മ്യൂ എന്ന് പറയണത് എന്നാണ്, എല്ലാ ടൈമിലും നമ്മൾ എഴുതി വന്നപ്പോൾ ഡിവൈഡ് ബൈ മ്യൂ ഒക്കെ എഴുതി. മ്യൂ എന്ന് പറയണത് ഇവിടെ നമ്മുടെ ഡൈപോൾ മൊമെന്റ് ആണ്, ഡൈപോൾ മൊമെന്റ്. ദെൻ മ്യൂ എന്ന് പറയണത് ഇലക്ട്രിക് ഫീൽഡിന്റെ ടൈമിൽ α/E ആണ്. അത് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി പറഞ്ഞപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള മ്യൂ ഇസ് ഈക്വൽ ടു α/E, വേർ α ഈസ് ദ പോളറൈസബിലിറ്റി. അപ്പം ഇത് മൂലമുള്ള എനർജി ഡൈപോൾ, ദ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഓൺ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്, ദെൻ ദ എനർജി ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ മൊത്തം എനർജി എന്ന് പറഞ്ഞാൽ ½ α/E² ആയിരിക്കും. അപ്പൊ നമുക്ക് -1/2 α into E². Now by using this equation, ഈ ഇക്വേഷൻ ഉപയോഗിച്ച് പെർട്ടർബേഷൻ കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാം. ഈ വാല്യൂ എന്ന് പറയുന്നത്, ഈ പെർമിയബിലിറ്റി ഉപയോഗിച്ച് നമ്മൾ ചെയ്ത ഈ വാല്യൂവിന് ഇക്വലൻ്റ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടിയ ഈ വാല്യൂ, -9/4K A0³ E² എന്ന് പറഞ്ഞത്. അത് രണ്ടും കൂടെയും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം അവിടെ ഉണ്ടാകുന്ന പോളറൈസബിലിറ്റി ആൽഫ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. And the final value of alpha is equal to 9/2K. സ്ക്വയർ ക്യാൻസലായി, α2 അങ്ങ് പോയി, 2ഉം 4ഉം വെട്ടി പോകുമ്പോൾ 2, 9/2K A0³. ഇതാണ് എനർജി ലെവൽ or splitting or effect of electric field on the ground state energy level of the hydrogen atom or the Stark effect. Thank you.